ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എളുപ്പത്തിലൊരു ബട്ടർ നാനും ബട്ടർ ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം നമുക്കിന്ന് ബട്ടർ നാനും ബട്ടർ ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറയാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പം നമുക്ക് ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ ഉപ്പ് വേണം, കുറച്ച് പഞ്ചസാര വേണം, പാല് വേണം, കേട് വേണം. പുളിപ്പില്ലാത്ത തൈര് എടുക്കണം. പുളിപ്പുള്ള തൈര് എടുത്താൽ അത്ര ടേസ്റ്റ് വരില്ല. പുളിപ്പില്ലാത്ത തൈര് വേണം, ബട്ടർ വേണം, എണ്ണ വേണം, ആവശ്യത്തിന് വെള്ളം വേണം. ഇത്രയാണ് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ മൈദയ്ക്കകത്തേക്ക് ബേക്കിംഗ് സോഡ ഇടാം. ഒരു 1.5 ടീസ്പൂണോളം വേണം ബേക്കിംഗ് സോഡ. ആവശ്യത്തിന് ഉപ്പിടാം. പഞ്ചസാര ഒരു ടീസ്പൂണോളം വേണം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പോളം നമ്മൾ പുളിപ്പില്ലാത്ത തൈര് ചേർക്കണം. ഇനി കുറച്ച് പാലൊഴിക്കാം. ഒരു 1/4 കപ്പോളം പാലൊഴിക്കണം. ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. വെള്ളം ഇപ്പം നമ്മൾ ഈ തൈരിൻ്റെ വെള്ളം പോരെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ മതി. ആദ്യമേ ഈ തൈര് ഒഴിച്ചിട്ടും പാലൊഴിച്ചതും വെച്ചിട്ട് നമ്മളൊന്ന് കുഴച്ച് നോക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം നമ്മൾ ചേർത്താൽ മതി. കുറച്ച് വെള്ളത്തോടെ ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇത്രയും മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കാവുള്ളൂ. എണ്ണ എല്ലായിടത്തും ഒന്ന് ആവാൻ പാകത്തിനൊന്ന് നമ്മൾ കുഴച്ചെടുക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെട്ടെന്ന് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആ സ്മൂത്ത്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ശരിക്കും ബോൺലെസ് ചിക്കനാണ് ബട്ടർ ചിക്കൻ ഏറ്റവും നല്ലത്. ഞാനിവിടെ സാധാ ബോണുള്ള ചിക്കൻ എടുത്തേക്കുന്നത് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ചിക്കൻ ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാരങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ട് നമ്മളിത് കുഴച്ച് മാറിനേറ്റ് ചെയ്ത് വെക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് ആദ്യമേ ഇതെങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കണേന്ന് നോക്കാം. ഞാനിതെല്ലാം ചിക്കനിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇതും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരത്തെ നമുക്ക് ഇതിനകത്തുള്ള മസാലയൊക്കെയുള്ള സംഗതികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്കുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് പറയാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. നമുക്കിതെല്ലാം വഴറ്റിയിട്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി ഒരെണ്ണം വലിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മൾ വരട്ടിയിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് ബട്ടർ ചിക്കൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കണം. ഒരു 1.5 ടീസ്പൂണോളം ഒഴിക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ഇടാം. പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത്. ഇപ്പോൾ ആദ്യമേ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് നമ്മൾ വരട്ടി വരുമ്പം ഇതിനകത്ത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്യുക. കാരണം ബട്ടർ ചിക്കൻ ആകുമ്പം ബട്ടർ നന്നായിട്ട് വേണം അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഞാൻ ഇട്ടിട്ടുള്ളൂ.
ഇനി നമുക്ക് ഇത് വയറ്റി കഴിയുമ്പം അതിനകത്ത് ഡ്രൈ ആവുകയാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം ബട്ടർ നമുക്ക് ചേർക്കാം. അപ്പം ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് സവാള ചേർക്കുക. പയ്യെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. തക്കാളി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഇനി നമുക്കിതിനകത്തേക്ക് കാഷ്യൂ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ആറിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് ആറാൻ വെക്കുന്ന നേരത്തിന് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ബട്ടർ ചേർക്കും. ഒരു 1.5 ടീസ്പൂണോളം, 1.5 മുതൽ 2 ടീസ്പൂൺ, ഇപ്പോൾ 2 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഒരു 2 ബാച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് മറിച്ചിടാം. നന്നായിട്ട് അങ്ങനെ ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു 3/4 വേവായാൽ മതി. ബാക്കി നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് വെന്തോളും. ഇത്രയും മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ചിടാം. ഇനി നമുക്ക് അടുത്ത ബാച്ചോടെ ഇടാം. തീ കൂട്ടി വയ്ക്കണം. ഇപ്പം ഇതും എടുക്കാറായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഈ ബാക്കി വന്ന ഈ ബട്ടറും ഓയിലിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഇടാൻ പോവുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. കുറച്ച് വെള്ളത്തോടെ ഒഴിച്ച് നമുക്കിത് കഴുകി ഒഴിക്കാം. ഇത്രയും മതി. തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. അടി പിടിക്കാണ്ട് നമ്മൾ ഇളക്കണം. റെഡ് കളർ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ കേട്ടോ. ശരിക്കും ബട്ടർ ചിക്കൻ റെഡ് കളറിലായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ ഇത് കളർ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരുമാതിരി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മസാല ചേർക്കാൻ പോവാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ 3/4 വേവിച്ച് വെച്ചത് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ടിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മെത്തി, ഇത് വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചാണ്. ഇത് ഉലുവയിലയാണിത്. ശരിക്കും ഉലുവയില നമ്മൾ ഉണക്കിയെടുക്കുന്നതാണിത്. അത് ഞാനിത് വറുത്ത് പൊടിച്ചതിനകത്തേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം ചേർക്കണം. ആ ഫ്രഷ് ക്രീം ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. ഇനി കുറച്ച് ബട്ടർ നമുക്ക് ചേർക്കാം. ഒരു 1.5 ടീസ്പൂണോളം ബട്ടർ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നമുക്കിടെ പാകത്തിനുണ്ടോയെന്ന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുപോലെ നമുക്ക് ഈ പ്ലെയിൻ വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അതിന് മുമ്പ് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീമും കുറച്ച് ബട്ടറും നമുക്ക് ഇടാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്രീമും ബട്ടറും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ക്രീം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി കുറച്ച് ഇത് നമ്മൾ ഉലുവയില, അതായത് മേത്തി ലീവ്സ് നമ്മൾ വറക്കാത്തത് പച്ചയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മുകളിലിടാം. മല്ലിയില നമുക്ക് വേണമെങ്കിൽ 1-2 എണ്ണം ഇതിൻ്റെ മുകളിൽ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇത്രയും മതി. 2-3 പീസ് നമ്മളിങ്ങനെ ഇടുക. അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അതെടുത്തിട്ട് ഒന്നോടെ ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ അത് നല്ലതായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരോടെ ഒന്ന് കുഴയ്ക്കുക. ഇത്രയും കുഴച്ചാൽ മതി. ഇനി നമുക്കിത് ഓരോന്നും ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ സൈസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാനിപ്പം ഒരുമാതിരി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് പരത്തുന്നത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തണം. പക്ഷേ ഇത് ഞാൻ അധികവും പരത്തുന്നത് നമ്മൾ ഓവൽ ഷേപ്പിലായിരിക്കും. അപ്പം ഞാനെങ്ങനെ പരത്തുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് പരത്തുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പരത്താം. സാധാരണ ഞാനെല്ലാം ഓവൽ ഷേപ്പിലായിരിക്കുന്നത്, അതുകൊണ്ട് ഞാനങ്ങനെ ഓവൽ ഷേപ്പിൽ പരത്തിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് നല്ല കനവും കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അടിയൊക്കെ ഇങ്ങനെ ഡാമേജ് ആയ പാനാണ് വെക്കേണ്ടത്. നല്ല പാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഞാൻ ചുട്ട് ഈ തന്തൂരി പോലെ ആക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടിയൊക്കെ തേഞ്ഞൊരു പാൻ ഇങ്ങനെ നാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചൊരു പാനാണിത്. ഇനി ഈ പാൻ ചൂടായി വരുമ്പം അതിനകത്തേക്കാണ് നമ്മൾ ഈ നാൻ ഇട്ട് നമ്മൾ ചുട്ടെടുക്കണം. അപ്പം ചുടുന്നതിന് മുമ്പ് നാനിൻ്റെ ഒരു വശത്ത് നമ്മൾ വെള്ളം പുരട്ടി കൊടുക്കും. കാരണം ആ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ഔട്ടിപ്പിടിച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് തിരിച്ചു വെക്കുമ്പം അത് ചാടിപ്പാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വശത്ത് വെള്ളം പറ്റി കൊടുത്ത് നമ്മൾ പാനിലേക്ക് ഇടുവാണ്. പാനിലേക്ക് ഇട്ട് ആ പാനിൽ കൊമള പോലെ വന്നു കഴിയുമ്പോൾ നമ്മൾ പാൻ കമത്തി ഫ്ലെയിമിലേക്ക് നമ്മൾ പിടിക്കും. അപ്പം ഒരു തന്തൂരി അടുപ്പിൽ നമ്മൾ നാൻ ചുട്ടെടുക്കണ പോലെ ആ ഒരു ടേസ്റ്റും ഫീലും ആയിരിക്കും ഇതിന് വരുന്നത്. പിന്നെ നമ്മളിത് ബട്ടർ നാൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മൾ ബട്ടർ നാൻ ആയതുകൊണ്ട് ഈ ചൂട തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം പ്ലെയിൻ ആയിട്ടല്ലേ നമ്മൾ ചുട്ടെടുത്തത്. ഇനി നമുക്കിതിനകത്ത് പാസലി ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കുന്ന രീതി. അപ്പോൾ എൻ്റെ കയ്യിൽ പാസലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മല്ലിയില കുറച്ച് കുരുകുരുന്നരിഞ്ഞിട്ട് ഒരു വശത്ത് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. അത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ആ കല്ലേ വെച്ചിട്ട് നമ്മൾ ആ റോൾ ചെയ്യുന്ന അത് വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇപ്പം ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറ്റേ വശത്ത് വെള്ളം തൂത്തിട്ട് നമ്മൾ ആദ്യം മറ്റത് സാധാരണ നമ്മൾ നാൻ ചെയ്ത പോലെ തന്നെ മറുവശത്ത് വെള്ളം നന്നായിട്ട് തൂത്തിട്ട് നമ്മൾ പാനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. ഇതും ഇതുപോലെ തന്നെ പാനിൽ വെച്ച് കഴിഞ്ഞ് ഇത് കൊമള പോലെ വന്നു കഴിയുമ്പോൾ നമ്മൾക്കിത് തിരിച്ചു വെക്കണം. അപ്പം ഇനി നമ്മൾ
നമുക്കിനി ഗാർലിക് നാനും ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ മല്ലിയില അരിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച പോലെ തന്നെ ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇത് റോൾ ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ കുരുകുരുന്ന് അരിഞ്ഞിട്ടുള്ള ഗാർലിക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചുട്ടെടുത്താലും ആ ഗാർലിക് നാനാവും. അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പേസ്റ്റ് അങ്ങനെ നമ്മളിതിൻ്റെ മുകളിൽ തൂത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുട്ടുകൊടുത്താലും ആ ഗാർലിക് നാനാവും. ഇത് വളരെ ഈസിയായി ചെയ്യാനായിട്ട്. ഈ നാൻ ഉണ്ടാക്കാൻ നമ്മൾ കേൾക്കുമ്പം ആദ്യമേ ഓർക്കും ഇത് ഭയങ്കര പാടാണ്, പക്ഷേ ഇത് ഭയങ്കര ഈസിയായി നാൻ ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം. നമ്മൾ ശരിക്കും ബട്ടർ നാൻ ചെയ്യുന്നതുകൊണ്ടാണ് ബട്ടർ തൂത്ത്, അല്ലാതെ നമ്മൾ ബട്ടർ ഇല്ലാതെയും തന്തൂരി നമുക്ക് നാൻ ഉണ്ടാക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കനും ബട്ടർ നാനും റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.